തിരികെ ചർച്ചയിലേക്ക് വരികയാണ്. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, ഒരു ഭാഗത്ത് ഇത്തരം നമ്മൾ സംസാരിച്ചു തുടങ്ങിയ ഒരു വിഷയം തന്നെയാണ് നവകേരള മാർച്ചിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ. ഒരുപക്ഷെ വിവിധ മേഖലകളിലൂടെ കടന്നു വന്ന ഘട്ടത്തിൽ ഇത്തരം വിഷയങ്ങൾ സ്പർശിച്ചു പോയിരുന്നു പല ഘട്ടങ്ങളിലും. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇതിനോടകം BJP-യുടെ നേതൃത്വത്തിലായാലും RSSന്റെ നേതൃത്വത്തിലായാലും ഒരു അസഹിഷ്ണുതാവസ്ഥ നമ്മുടെ സംസ്ഥാനത്തും സൃഷ്ടിക്കപ്പെടാൻ പല മേഖലകളിലും പല ഇടപെടലുകളും ഉണ്ടായി. ഈ ഒരു സാഹചര്യത്തിലൊക്കെ ഈ നവകേരള മാർച്ച് ആയാലും അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന CPM അവകാശപ്പെടുന്ന ഈ ഒരു വലിയ മുന്നേറ്റമായാലും ഒക്കെ നമ്മുടെ സമൂഹത്തിന് നൽകുന്ന ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? അല്ല, ഇത് വളരെ സ്പഷ്ടമാണ്. എപ്പോഴൊക്കെ BJP-യും RSS വിഭാഗങ്ങളും വലിയ നിലവാരത്തിലുള്ള ഫാസിസ്റ്റ് അതിക്രമണങ്ങൾക്ക് ഉത്തരേന്ത്യയിൽ തയ്യാറാകുന്നുവോ അപ്പോഴേക്കും വളരെ പെട്ടെന്ന് കേരളത്തിലെ തന്നെ ജനാധിപത്യവാദികളും ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുമൊക്കെ വളരെ പെട്ടെന്ന് ഇടതുപക്ഷത്തോട് കൂറുപൊക്കെ പ്രഖ്യാപിക്കാറുണ്ട്. വളരെ സ്വാഭാവികമാണ്. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിച്ച് മാത്രം ഇത് ആലോചിക്കേണ്ടതില്ല എങ്കിൽ പോലും അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം വളരെ സ്പഷ്ടമാണ്. ഇത്തരം സംഭവഗതികളിലൂടെ ഭയവിഹ്വലരാകുന്ന നേരത്തെ ഫക്രുദ്ദീൻ പറഞ്ഞ ഇടത്തരക്കാരനുണ്ടല്ലോ, മലയാളിയായ ഇടത്തരക്കാരൻ സമാധാനത്തോടെ ജീവിക്കണം, സമാധാനകാംക്ഷിയായ ഇടത്തരക്കാരൻ, അതിൻ്റെ മുന്നിൽ പ്രക്ഷോഭങ്ങൾ പോലും തെറ്റാണെന്ന് ഒരു അളവോളം കരുതുന്ന വലതുപക്ഷ വീക്ഷണങ്ങൾ വേറുന്ന അടക്കമുള്ള ഇടത്തരക്കാർ, അവർക്ക് പോലും കണ്ണു തുറപ്പിക്കുന്ന രീതിയിൽ അത്ഭുതകരമായ പരിവർത്തനമായിരിക്കും ഈ ഉത്തരേന്ത്യൻ സംഭവ വികാസങ്ങൾ സൃഷ്ടിക്കുന്നത്. കാരണം സാധാരണഗതിയിൽ കോടതിയിൽ നടക്കാത്ത കാര്യങ്ങളാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോൾ ജനാധിപത്യ വിഭാഗങ്ങൾ, മതേതര വിഭാഗങ്ങൾ, മറ്റ് എന്താ പറയുക, ഏതെങ്കിലും സംഘടനാപരമായ താല്പര്യങ്ങൾ പോലും ഇല്ലാത്ത ആളുകൾ, ഇടത്തരക്കാർ ഒക്കെ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കാനാണ് സാധ്യത. അങ്ങനെ വരുമ്പം അത് തെരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിച്ച് ആശങ്കകൾ സൃഷ്ടിക്കുന്നില്ലെങ്കിൽ പോലും കേരളത്തിന് ഇപ്പോൾ നിലനിർത്തിയിരിക്കുന്ന സംഘപരിവാര വിരുദ്ധ മികവുണ്ടല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. കാരണം കേരളം സ്പഷ്ടമായും ഒരു ടാർഗറ്റായി ഇപ്പോൾ ഒരുപക്ഷെ BJP കയ്യേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പല നിലവാരങ്ങളിലും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് സഹിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഈ വീക്ഷണങ്ങളായിട്ടൊന്നുമല്ല ഈ ജാഥ ആരംഭിച്ചത് എങ്കിൽ പോലും ഇന്നത്തെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലും ഒരുപക്ഷെ ഇപ്പോൾ രാജ്യദ്രോഹിയായി ചിത്രീകരിക്കപ്പെടുകയാണല്ലോ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് യെച്ചൂരിയൊക്കെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ്. യെച്ചൂരിക്ക് എതിരെ വന്നിരിക്കുന്ന ഈ ആക്ഷേപത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലും ഇന്ത്യ കാണുന്ന ഒരുപക്ഷെ ഏറ്റവും ആദ്യത്തെ സംസ്ഥാന തലത്തിലെ പ്രതിഷേധ സമ്മേളനമായി ഈ സമ്മേളനം മാറിത്തീരും. അത് അതിൻ്റെ ഏറ്റവും പുരോഗാമിയായ വശത്തെ കാണിക്കുന്നു. ഇന്ത്യ എന്ന രാജ്യം തന്നെ സ്വയം കൂടുതൽ ഫാസിസ്റ്റ് വൽകൃത രാഷ്ട്രീയ സമീപനത്തിലേക്ക് സംഘപരിവാരത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നീങ്ങുമ്പോൾ ഇതാ ഈ കൊച്ചു കേരളത്തിൽ സഹ്യനിൽ കയറാൻ പ്രാപ്തിയില്ലാത്ത BJP-യെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനം സംഘടിപ്പിക്കുന്ന ആദ്യത്തെ ബഹുജന സ്വഭാവത്തോടു കൂടിയ പ്രതിഷേധ യോഗമായി ഇത് മാറിക്കൂടായികയില്ല. ആ അർത്ഥത്തിൽ മലയാളിയുടെ ആത്മാഭിമാനം വിളംബരം ചെയ്യുന്ന ഒരു സമ്മേളനമായി അത് മാറുക തന്നെ ചെയ്യും എന്ന് ഞാൻ കരുതുന്നു. തിരികെ എത്താം വളരെ വേഗം. എന്നാലും 5 മണിയോടുകൂടി CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് 30 ദിവസത്തെ പര്യടനത്തിന് ശേഷം 5 മണിയോടുകൂടി സമാപിക്കുകയാണ്. മാർച്ച് ശംഖുമുഖത്താണ്. ഏതാണ്ട് 3 ലക്ഷം പേർ അണിനിരക്കുന്ന വലിയ ഒരു വേദിയിലാണ് മാർച്ചിന് സമാപനമാകുക എന്നാണ് അറിയാൻ കഴിയുന്നത്.